കിളിമീനാണ്. വലുതല്ല, അത്ര ചെറുതല്ല, എന്നാലും ഇത് ഞാനൊന്ന് പൊരിക്കണേണ്. അപ്പം ഞങ്ങൾ പൊരിക്കണതിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണെന്നൊന്ന് വീഡിയോ ഇടാമെന്ന് ഓർത്ത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ പൊരിക്കണമെന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാം കേട്ടോ, പക്ഷെ ഞാൻ ചെയ്യുന്നതൊന്ന് വിടാമെന്ന് ഓർത്തിട്ടാണ്. ഞങ്ങളെ നാട്ടിൽ പുതിയാപ്പിളക്കോരാന്നും പറയും, പിന്നെ കിളിമീൻ എന്നും പറയും. ഓക്കെ, അപ്പം ഞാൻ അത് അരച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അത് അരച്ച് ഒരു തക്കാളി, ഒരു പച്ചമുളക്, 2-3 വേപ്പില, ഒരു കഷ്ണം മല്ലിച്ചീര, പിന്നെ 5-6 ഉള്ളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇതിൽ 2 കയ്യിൽ മുളക് പൊടി ഇട്ട്, അത് എരിവുള്ള മുളക് പൊടിയാണ്. കുറച്ച് ഉപ്പിട്ട് എന്നിട്ട് ഞാൻ അരച്ചതാണ് ഇതാണ്. അപ്പോൾ ഇതാണ് ഇനി നമ്മൾ മസാലയിലേക്ക് ഇടാൻ പോകുന്നത് കേട്ടോ. മീൻ കഴുകി ഇതിലേക്ക് മസാല ഇടാം നമുക്ക് കേട്ടോ. ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇച്ചിരി മസാല ഇടാം. കുറച്ച് നോക്കിയിട്ടാൽ മതി, എരിവ് ഉണ്ടാവും, നല്ല രസം ഉണ്ടാവും കേട്ടോ. മസാല ഇട്ട് മസാല ഇതിങ്ങനെ വെച്ചപ്പോൾ തന്നെ പൊരിക്കട്ടെ, അതിൻ്റെ ടേസ്റ്റാണ്. തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ടല്ല. അപ്പം ഞാനിങ്ങനെയാണ് പൊരിക്കുന്നത്. അരമണിക്കൂറോ 1 മണിക്കൂറോ ഒന്നും ഇരിക്കണ്ട കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കുറച്ച് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 3 ദിവസം വരെയൊക്കെ ഇരിക്കും, കേടൊന്നും കഴിയില്ല. 3 ദിവസം ഇരിക്കും എന്തായാലും. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, 3 ദിവസം ഇരിക്കും. പൊരിക്കാനായിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് പൊരിക്കട്ടെ, അപ്പം തന്നെ പൊരിക്കാം. ഓക്കെ, മസാല വെച്ച് ഞാൻ കുറച്ച് നേരമൊന്നും വെച്ചിട്ടില്ല കേട്ടോ, ഇപ്പം തന്നെ പൊരിക്കണേണ്. അതേ ചട്ടി വെച്ചിട്ടുണ്ട്, നമുക്ക് ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണയിലും പൊരിക്കാം, നമുക്ക് ഓയിലും പൊരിക്കാം കേട്ടോ. ഓയിലെടുക്കണേ, തണുപ്പാനുണ്ട്, ഓയിൽ കട്ടിയാക്കണം. ഓയിൽ ചൂടായിട്ടുണ്ട്, നമുക്ക് പൊരിക്കട്ടെ. കുറച്ച് ഓയിലൊക്കെ എടുത്തിട്ട് പൊരിക്കുള്ളൂ, ബാക്കി ആയി കഴിഞ്ഞാൽ കളയണം. അടുത്തതിനൊന്നും എടുക്കൂല, ഉപയോഗിക്കൂല. അപ്പോൾ ആവശ്യത്തിന് മാത്രം എടുക്കുള്ളൂ. വേപ്പില, മല്ലിച്ചീര, പച്ചമുളക്, ഉള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, ഇത്രയും സാധനങ്ങൾ ഇട്ട്, തക്കാളി ഇത്രയും കൂടി ഇട്ടിട്ടാണ് ഞാൻ അടിച്ചെടുത്തേക്കണത്. അത് ആ മസാലയാണിത്. ഇത് വെച്ച് നോക്കണം. എല്ലാവരും എനിക്ക് ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ഇതേപോലെ ഒന്ന് വെച്ച് പൊരിച്ച് നോക്ക്. 1/2 മണിക്കൂറോ 1/4 മണിക്കൂറോ 5 മിനിറ്റ് പോലും വെക്കണ്ട. മസാല അങ്ങോട്ട് തേക്കുക, എണ്ണ അങ്ങോട്ട് ചൂടാക്കാൻ ഇരിക്കാണ്ട് ഇടാം കേട്ടോ. ഇതാണ് കറി. ഓക്കെ, ബൈ. ഞാൻ ഇപ്പോൾ പൊരിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. മുരിയട്ടെ. ഇത് നമ്മൾ മീൻ ഒന്ന് മറിച്ചിട്ടില്ല, ഒന്ന് മറിച്ചിടാം കേട്ടോ.
അത് മുകളിൽ കറുത്തേക്കണം എന്താന്നാ നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ. തക്കാളി ഇട്ടാണ് വേഗം മുരിഞ്ഞേക്കണണ്ട. നല്ല സുണട്ടാ പൊരിച്ചതേ, നല്ല ടേസ്റ്റാണ്. വലിയ മീനൊന്നും വരിച്ച് വെക്കാൻ കാണിക്കാനൊന്നും ഉള്ള കപ്പാസിറ്റി ഒന്നുമില്ല. നമുക്ക് ഇതൊക്കെ തന്നെ ധാരാളം. അപ്പോൾ നമുക്ക് എന്ത് ചേരുവയെന്ന് പറഞ്ഞില്ല, വലിയ മീൻ നമുക്ക് എടുക്കാം. വലിയ മീനൊക്കെ ആകുമ്പോൾ നമുക്ക് ഇച്ചിരി പോലെ ഇഞ്ചി വെളുത്തുള്ളിയും കൂട്ടണം കേട്ടോ. ചെറിയ മീനായതുകൊണ്ട് നമുക്ക് പിന്നെ അത് വേണ്ട, ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും വേണ്ട. വലിയ മീനിൻ്റെ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇച്ചിരി പെരുംജീരകവും 2-3 ചുള വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ടുകാട്ട് ഇതേപോലെ അരച്ചെടുക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്യണം. ഓക്കെ, എൻ്റെ മീൻ പൊരിച്ചത് തയ്യാർ.